ലോകത്തെ മുൾമുനയിൽ നിർത്തി പശ്ചിമേഷ്യൻ യുദ്ധം പടരുമ്പോൾ ഇറാനെതിരെ സെപ്റ്റംബർ വരെ യുദ്ധം തുടരാൻ US സജ്ജമാണെന്ന റിപ്പോർട്ടുകൾ. മേഖലയിൽ USന്റെ ഇന്റലിജൻസ് സാന്നിധ്യവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംഘർഷം 1 മാസത്തോളം നീളുമെന്നാണ് ട്രംപ് നേരത്തെ പറഞ്ഞത്. എന്നാൽ ഇതിനപ്പുറത്തേക്കും നീണ്ടേക്കാമെന്നാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ മുന്നറിയിപ്പ്. യുദ്ധം എപ്പോൾ തീരുമെന്നതിനെക്കുറിച്ച് ലോകരാജ്യങ്ങൾക്ക് പോലും വ്യക്തതയില്ല. എന്നാൽ ടെഹ്റാനിൽ രാത്രി നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ തിരിച്ചടിയായി തെക്കൻ ഇസ്രയേലിൽ മിസൈൽ വർഷവുമായി ഇറാൻ. കനത്ത നാശനഷ്ടമാണ് ഇസ്രയേലിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. അതിനിടെ അമേരിക്കയും ഇസ്രയേലും ചെയ്തത് കൊടിയ പാതകമാണെന്നും നിരാശരാകേണ്ടി വരുമെന്നുമുള്ള മുന്നറിയിപ്പുമായി ഖമനേയുടെ എക്സ് അക്കൗണ്ടിൽ ട്വീറ്റ് പ്രത്യക്ഷപ്പെട്ടു. സയനിസ്റ്റ് ഭരണകൂടം വരുത്തിയത് പൊറുക്കാനാവാത്ത തെറ്റ്, കടുത്ത നിരാശയാകും ഫലമെന്നായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത്. 3 ഭാഗങ്ങളായി തിരിച്ച പ്രതീകാത്മക ചിത്രമാണ് കുറിപ്പിനൊപ്പമുള്ളത്. ഇറാന്റെ ശാസ്ത്രജ്ഞർ മിസൈൽ നിർമ്മാണശാലയിൽ നിൽക്കുന്ന ചിത്രം. ഏറ്റവും താഴെയും മധ്യഭാഗത്തായി മരുഭൂമിയിൽ ഇറാൻ പതാകയുടെ പശ്ചാത്തലത്തിൽ സൈനികർ ലോഞ്ചറിനടുത്ത് നിൽക്കുന്നതും ഏറ്റവും മുകളിലെ ഭാഗത്ത് മിസൈലിന്റെ മുന നഗരങ്ങൾക്കുമേൽ തീമഴയായി പതിക്കുന്നതുമാണ് ചിത്രം. ഖമനേയുടെ മരണത്തിനു പിന്നാലെ എക്സിലെ ബയോയിൽ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ധീര രക്തസാക്ഷി എന്നാണ് മാറ്റിയിരിക്കുന്നത്. ഖമനേയെ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രയേലിലും മധ്യപൂർവ്വദേശത്തെ US സൈനിക താവളങ്ങളിലും കനത്ത മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തുന്നത്. അതേസമയം ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും അങ്ങനെയെങ്കിൽ രാജ്യത്തെ പുനർനിർമ്മിക്കാൻ അമേരിക്ക സഹായിക്കാമെന്നും ട്രംപ് പറഞ്ഞു. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും ടെഹ്റാനിലും കനത്ത വ്യോമാക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ട്രംപിന്റെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. നാശത്തിന്റെ പടുകുഴിയിൽ നിന്ന് ഇറാനെ കരകയറ്റാനും സമ്പദ്ഘടനയെ വലിയതും മെച്ചപ്പെട്ടതും കരുത്തുറ്റതുമാക്കാനും അമേരിക്കയും സഖ്യകക്ഷികളും സഹായിക്കാമെന്നും ഇറാനെ വീണ്ടും മഹത്തരമാക്കാമെന്നും ട്രംപ് കുറിപ്പിൽ പറയുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം രാവിലെയും രാത്രിയുമായി ടെഹ്റാനിൽ 300ഓളം കേന്ദ്രങ്ങളിൽ കനത്ത ആക്രമണമാണ് നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇസ്രായേൽ US ആക്രമണങ്ങളിലായി 1332 പേർ ഇറാനിൽ കൊല്ലപ്പെട്ടതായി റെഡ് ക്രസന്റ് സ്ഥിരീകരിച്ചു. 8 ദിവസമായി അയവില്ലാതെ യുദ്ധം തുടരുകയാണ്. ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 212-ലേറെ പേർ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനിടെ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയെ വധിച്ചത് മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിലൂടെയെന്ന് വെളിപ്പെടുത്തൽ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു 2025 നവംബറിൽ ഇതിനായി പദ്ധതിയിട്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് വ്യക്തമാക്കി. ഇറാനിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾ തങ്ങൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കിയെന്നും പറയുന്നു. നവംബറിൽ ഉദ്യോഗസ്ഥ സംഘം നെതന്യാഹുവുമായി ചർച്ച നടത്തി. 2026 ജൂണിൽ ഖമനേയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താമെന്ന പദ്ധതിയിട്ടു. ഇതേക്കുറിച്ച് USന് അറിയില്ല. എന്നാൽ ഡിസംബർ അവസാനത്തോടെ ഇറാനിലെ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധമുയർന്നപ്പോൾ സാഹചര്യം മാറി. ഈ സമയം നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ചർച്ച നടന്നുവെന്നും കാട്സ് പറഞ്ഞു. ഇറാനിലെ പ്രതിഷേധങ്ങൾ മൂലമുണ്ടായ സമ്മർദ്ദത്തെ തുടർന്ന് തങ്ങൾ ആക്രമണം നടത്തുന്നതിന് മുൻപ് ഇറാൻ ഇസ്രയേലിനെയും USനെയും ആക്രമിക്കുമോ എന്ന് ഭയന്നതായും കാട്സ് വെളിപ്പെടുത്തി. 150-ലധികം പെൺകുട്ടികൾ കൊല്ലപ്പെടാനിടയായ ഇറാനിലെ സ്കൂളിൽ നടത്തിയ ആക്രമണത്തിന് പിന്നിൽ US എന്ന റിപ്പോർട്ട്. തുടർച്ചയായി 2 മിസൈൽ വർഷിച്ചു. ആക്രമണത്തിൽ അമേരിക്കൻ സൈന്യത്തിന് പങ്കുണ്ടെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇറാനിലെ US സൈനിക ഇടപെടൽ തുടരുന്നതിനിടെ തന്റെ അടുത്ത ലക്ഷ്യം ക്യൂബയെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിലെ ചടങ്ങിൽ സംബന്ധിക്കുമ്പോഴാണ് ക്യൂബയ്ക്കെതിരെ ഭീഷണി മുഴക്കിയത്. ഫെബ്രുവരി 27-ന് ക്യൂബയെ സൗഹൃദപരമായി ഏറ്റെടുക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ക്യൂബയിൽ നടപ്പിലാക്കാനുള്ള പദ്ധതി തന്റെ കൈവശമുണ്ടെന്നാണ് വൈറ്റ് ഹൌസിലെ ചടങ്ങിൽ ട്രംപ് വീണ്ടും വ്യക്തമാക്കിയത്. ആദ്യം ഇറാനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും പൂർത്തിയാക്കണമെന്നും ട്രംപ് പറഞ്ഞു. നിലവിൽ USന്റെ ഉപരോധം നേരിടുന്ന രാജ്യമാണ് ക്യൂബ. അടുത്തിടെ വെനിസ്വേലയിൽ US സൈനിക ഓപ്പറേഷൻ നടത്തിയതിനു ശേഷം ക്യൂബയുടെ നില പരുങ്ങലിലായിരുന്നു. വെനിസ്വേലയിൽ നിന്നാണ് ക്യൂബയ്ക്ക് ആവശ്യമായ എണ്ണ ലഭിച്ചിരുന്നത്. ലബനന്റെ ആസ്ഥാനമായ ബെയ്റൂട്ടിലടക്കം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.